അങ്ങേയറ്റം വേദനയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത്രയും സഹിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലോട്ട് എത്തിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ വിഷമമാണല്ലോ അർജുൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കേരളത്തിലല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നു. ഈ കേരളം എന്ത് ചെയ്തു? കുറച്ച് നല്ലവരായ മനുഷ്യർ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പോയെന്നുള്ളതല്ലാതെ ഈ പറയുന്ന മന്ത്രിമാരുടെയോ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ, ഞാൻ പറഞ്ഞോട്ടെ നമ്മുടെ പിണറായി വിജയന്റെയോ മോദിയുടെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയോ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആയിരുന്നു ഈ അവസ്ഥയിൽ കിടന്നെങ്കിൽ ഇന്ന് ഇതിന് പരിഹാരം ഉണ്ടായിനി, 100% പരിഹാരം ഉണ്ടായിനി. അല്ലെങ്കിൽ ഇന്ന് ഇവിടുത്തെ ഒരു സെലിബ്രിറ്റിയുടെ മോനായിരിക്കട്ടെ അവിടെ വല്ല വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോയപ്പോഴാണ് ഇതുണ്ടായെങ്കിൽ പോലും ഈ 8 ദിവസം പോയിട്ട് 8 മണിക്കൂറിന് മുന്നേ ഇവർ പരിഹാരം കണ്ടിരുന്നു. ഇതൊരു സാധാരണക്കാരൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ വ്യക്തിയെ നിങ്ങളായിട്ട് ചിന്തിച്ച് നോക്കിക്കേ. ആ ഭാര്യയുടെ കണ്ണുനീര്, ആ അമ്മയുടെ ദുഃഖം, ആ അച്ഛൻ്റെ ദുഃഖം, ആ കുഞ്ഞിൻ്റെ ദുഃഖം, അത്രയും മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അത് നിങ്ങളായിട്ട് ചിന്തിച്ച് നോക്ക്. ഒരമ്മയുടെ വേദന ലോകത്തിൽ എന്തിനും പകരം കിട്ടാൻ പറ്റാത്ത ആ അമ്മ ഇരുന്ന് ഉരുകുകയാണ് 8 ദിവസം കൊണ്ട്. ഒരു ഭാര്യ തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ, തൻ്റെ എല്ലാം ആയവൻ എവിടെ, ജീവനോടുണ്ടോ ഇല്ലയോ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ. നിങ്ങളൊക്കെ മനുഷ്യരാണോ? ഈ ലോകത്ത് എന്തെല്ലാം നടക്കുന്നത്? പാർട്ടിയുടെ പ്രവർത്തനത്തിന് പോയി നിങ്ങളൊക്കെ പോയി അവിടെ കിടന്നുകൊണ്ട് വഴി മുടക്കുന്നു, കളക്ടറേറ്റിന്റെ പടിക്കെ പോയി കിടക്കുന്ന എന്തെല്ലാം കാണിക്കും. ഇതിനു വേണ്ടി എന്ത് ചെയ്തു? പേളിമാണിയുടെ പ്രസവം യൂട്യൂബിൽ മൊത്തം ആഘോഷിക്കുമല്ലോ. നിങ്ങൾ ഇതിനകത്ത് ഓരോരുത്തർ സംഘടിച്ച് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി? അല്ലെ ബിഗ് ബോസിലെ ജാസ്മിനും ഗബ്രിയും വാഴയുടെ ചുവട്ടിൽ എന്ത് ചെയ്തു? ഇതൊക്കെ അറിയാൻ എന്തൊരു ശുഷ്കാന്തിയായിരുന്നു. ഇതിന്റെ പകുതി നിങ്ങൾ ഒരു ശതമാനമെങ്കിലും നിങ്ങൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും അടങ്ങുന്നവരുടെ കാര്യമാണ് പറയുന്നത്, എന്ത് ചെയ്തു? നമ്മൾ ഓരോരുത്തരും ഓരോ ജില്ലയിൽ പഞ്ചായത്തുകളിൽ പ്രതിരോധിച്ച് അല്ലെങ്കിൽ അതിന് എന്തൊക്കെ പ്രശ്നമുണ്ട്, നമ്മളെ കൊണ്ട് എന്ത് പറ്റുന്നു അതൊക്കെ ചെയ്ത് അതിനെന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റിട്ട് ഇവിടുന്ന് ആൾക്കാർ പോയേ പറ്റുള്ളൂ. എന്തെല്ലാം കണ്ടുപിടിക്കാൻ മാർഗങ്ങളില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ലോകം ഇത്രയും പുരോഗമിച്ചു. ഈ ലോകത്ത് ബാക്കി എല്ലാത്തിനും ഉള്ള മാർഗങ്ങളും എല്ലാം കണ്ടുപിടിച്ചു. നമ്മുടെ ഇന്ത്യ അത്രയും മുന്നിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് 1-2 ദിവസമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 8 ദിവസമാണ്. 8 ദിവസം കഴിഞ്ഞിട്ട് അവനുണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റുന്നില്ലെങ്കിൽ ശവമെങ്കിലും കൊടുക്ക്, അതെങ്കിലും അവർ കാണട്ടെ. അത്രയും ആ മനുഷ്യൻ ജീവനോടുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയ്ക്കും വേദന തോന്നുകയാണ്. എന്താണ് നമ്മുടെ രാജ്യത്ത് ഇതിനുള്ള നിയമ സംവിധാനങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള സാമഗ്രികളോ അല്ലെങ്കിൽ അതിനുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരോ ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ രാജ്യം എത്ര മുന്നിലാണ്. ഇതിലൊരു പ്രശസ്തന്റെയോ ഒരു മന്ത്രിയുടെയോ ഒരു സിനിമാ താരത്തിന്റെയോ അല്ലെങ്കിൽ ടാറ്റയുടെ ബിർളയുടെയോ അംബാനിയുടെയോ ഒക്കെ മക്കളായിരുന്നെങ്കിൽ പരിഹാരം കണ്ടേരും. ഇതൊരു അത്താഴപ്പട്ടിണിക്കാരൻ, സാധാരണക്കാരൻ. നാളെ ഈ സ്ഥാനത്ത് നിങ്ങളും ഞാനും വരും, ഉറപ്പാണ്. അന്നും ഈ നിയമ സംവിധാനങ്ങൾ ഈ നാടും ഈ നശിച്ച പ്രവൃത്തി തന്നെ കാണിക്കും. അന്ന് നമുക്ക് പ്രിയപ്പെട്ടവർ പോകുമ്പോഴേ നമുക്ക് അതിന്റെ വേദന അറിയത്തുള്ളൂ. സ്വന്തം ഭർത്താവ് പോകുമ്പോഴേ ആ ഭാര്യയ്ക്ക് ആ വേദന അറിയത്തുള്ളൂ. സ്വന്തം കുഞ്ഞിന്റെ അപ്പം നഷ്ടപ്പെടുമ്പോഴേ വേദന അറിയത്തുള്ളൂ. സ്വന്തം പ്രസവിച്ച് വളർത്തി വലുതാക്കി പട്ടിണിയും പാടും സഹിച്ച് വളർത്തിയ അമ്മയ്ക്കും അച്ഛനുമേ ദുഃഖം മനസ്സിലാകത്തുള്ളൂ. കണ്ടു നിൽക്കുന്നവൻ അത് മനസ്സിലാകത്തില്ല. അവൻ അതൊരു കഥയാ. അല്ലെ, അയ്യോ കഷ്ടമായിപ്പോയി, അർജുനെ കിട്ടിയോ, അർജുന്റെ കാര്യം എന്തായി, അവിടെ തീരും. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകൾ അടയ്ക്കുക, പുറത്തിറങ്ങുക, പ്രതികരിക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ എന്നൊരു വ്യക്തിക്ക് എൻ്റെ 2 ദിവസമായി തീരെ സുഖമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഓരോന്ന് കാണുമ്പോഴും എനിക്ക് ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാനസികമായിട്ട് അത്രയും സങ്കടം തോന്നുന്നുണ്ട്. എൻ്റെ കയ്യിൽ എനിക്ക് എൻ്റെ ഫോണില്ലായിരുന്നു. ഞാൻ ആലോചിക്കുകയാണ്, ഇതിനകത്തിരുന്ന് എൻ്റെ 4 ചുമരിലിരുന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പറയാൻ പറ്റുന്നവരോടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു, എന്താണിത്? എനിക്ക് പറയാൻ പറ്റുന്ന ആരാണ്? ഞാൻ സാധാരണക്കാരിയായതുകൊണ്ട് എന്നോട് സഹകരിക്കുന്നതും എൻ്റെ